ലോകം ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ ഗാസയിലെ ആ സമാധാന ശ്രമങ്ങൾ വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഗാസയിൽ വീണ്ടും വെടിയൊച്ചകൾ മുഴങ്ങുന്നു. വെടിനിർത്തൽ കരാറുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം ഒരു കുടുംബത്തിലെ 5 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 28 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ ക്രൂരതയ്ക്കെതിരെ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ശബ്ദമുയർത്തുകയാണ്. എന്താണ് ഗാസയിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് സമാധാന ചർച്ചകൾ പരാജയപ്പെടുന്നത്? ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഗാസയിൽ നിലനിന്നിരുന്ന താൽക്കാലിക വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചിരിക്കുകയാണ്. ശനിയാഴ്ച പുലർച്ചോടെയാണ് ജനവാസ മേഖലകൾ ലക്ഷ്യമാക്കി വീണ്ടും ബോംബാക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ തകർന്നടിഞ്ഞത് നിരവധി വീടുകളാണ്. ഏറ്റവും ഹൃദയഭേദകമായ കാഴ്ച ഒരു കുടുംബത്തിലെ 5 സഹോദരങ്ങൾ ഒന്നിച്ചു കൊല്ലപ്പെട്ടതാണ്. കളിച്ചു ചിരിക്കേണ്ട പ്രായത്തിൽ യുദ്ധത്തിന്റെ ഇരകളായി തീർന്ന ആ കുഞ്ഞുങ്ങൾ ഇന്ന് ലോകത്തിന്റെ വേദനയായി മാറുന്നു. മൊത്തം 28 പേരുടെ ജീവനാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതായത്. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് എന്നത് സാഹചര്യത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നു. ഇസ്രായേലിന്റെ ഈ നടപടിക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രധാനമായും 8 ഇസ്ലാമിക രാജ്യങ്ങൾ ഈ ആക്രമണത്തെ കടുത്ത ഭാഷയിൽ അപലപിച്ചു. സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥ വഹിക്കുന്ന ഖത്തറും ഈജിപ്തും ഇസ്രായേലിലെ നടപടി ചർച്ചകളെ പിന്നോട്ടടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യം വെക്കുന്നതിനെ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് സൗദി അറേബ്യയും പാകിസ്ഥാനും വ്യക്തമാക്കി. മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ മാസങ്ങളായി നടന്നുവരുന്ന നയതന്ത്ര ശ്രമങ്ങളെ ഈ വെടിനിർത്തൽ ലംഘനം പൂർണ്ണമായി തകർക്കുമെന്ന് ഈ 8 രാജ്യങ്ങളും സംയുക്തമായി പ്രസ്താവിച്ചത്. സമാധാനം എന്നത് വെറും വാക്കുകളിൽ ഒതുങ്ങുകയാണോ? ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തുകൊണ്ടാണ് സമാധാനം പുലരാത്തത്? ലോകരാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുമ്പോഴും ആക്രമണം തുടരുന്നത് മേഖലയിലെ മനുഷ്യത്വപരമായ സഹായങ്ങളെ പോലും തടസ്സപ്പെടുത്തുന്നുണ്ട്. ഭക്ഷണം, മരുന്ന്, കുടിവെള്ളം എന്നിവ കിട്ടാതെ ലക്ഷക്കണക്കിന് ആളുകൾ ഗാസയിൽ വലയുകയാണ്. ഓരോ തവണ വെടിനിർത്തൽ ലംഘിക്കപ്പെടുമ്പോഴും നഷ്ടപ്പെടുന്നത് നിരപരാധികളുടെ ജീവനും വരും തലമുറയുടെ പ്രതീക്ഷകളുമാണ്. ഈ യുദ്ധം എപ്പോൾ അവസാനിക്കും എന്നതിന് ആർക്കും കൃത്യമായ ഉത്തരമില്ല. എന്നാൽ ലോകം ആഗ്രഹിക്കുന്നത് ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അടങ്ങാനാണ്. ഗാസയിലെ ഈ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. സമാധാനം പുലരാൻ നമുക്കും ആഗ്രഹിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.